സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഏതായാലും പാലക്കാട്ടേക്ക് വരുമ്പോൾ അവിടെ ജില്ലാ പഞ്ചായത്തിൽ LDFന് വലിയ ആധിപത്യമുണ്ട്. ഒപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലെയും ഗ്രാമപഞ്ചായത്തുകളിലെയും സ്ഥിതി എങ്ങനെയാണ്? പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? സമഗ്രമായ വിവരങ്ങൾ. സീറ്റോടെയാണ് LDF വിജയിച്ചിരിക്കുന്നത്. 19 സീറ്റ് LDF വിജയിച്ചപ്പോൾ 12 സീറ്റിലാണ് UDF വിജയിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ ആകെ 31 ഡിവിഷനുകളാണ് നിലവിൽ ഉള്ളത്. അതിൽ 19 സീറ്റിൽ വിജയിച്ച LDF തന്നെ ഇത്തവണയും ജില്ലാ പഞ്ചായത്ത് ഭരിക്കും. ജില്ലാ പഞ്ചായത്ത് രൂപീകരിച്ചത് മുതൽ LDF തന്നെയാണ് ഇടതിൻ്റെ കോട്ടയാണ് പാലക്കാട് ജില്ല. അത് ഇത്തവണയും തകർക്കാൻ വേണ്ടി മറ്റ് ശക്തികൾക്കൊന്നും സാധിച്ചിട്ടില്ല. പാലക്കാട് ജില്ലാ CPMൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള TM ശശിയാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക. DYFയുടെ ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം തുടങ്ങിയ പദവികളിലെല്ലാം വഹിച്ച TM ശശി നിലവിൽ സ്പോർട്സ് കൗൺസിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹമാണ് പല്ലശ്ശന ഡിവിഷനിൽ നിന്നും 4000-ൽ-അധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആകുക. അതുപോലെ തന്നെ CPIMൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ ട്രഷററുമായ N സരിതയാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആവുക. കൊല്ലങ്കോട് ഡിവിഷനിൽ നിന്നാണ് N സരിത വിജയിച്ചത്. ഇത്തരത്തിൽ ശക്തമായ ഒരു വിജയം തന്നെയാണ് N സരിതക്കും കൊല്ലങ്കോട് നിന്നും വോട്ടർമാർ നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഇത്തവണയും പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഇടതിൻ്റെ കോട്ടയായി തന്നെ നിലനിൽക്കുന്നു എന്ന് തന്നെ പറയാൻ വേണ്ടി സാധിക്കും. പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 13 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 9 വിജയിച്ചത് LDF തന്നെയാണ്. 3 UDF വിജയിച്ചത്. തൃത്താല ബ്ലോക്ക് ആണ് ഇന്ന് അതിനിർണായകമാകുക. കാരണം 8 സീറ്റിൽ UDFും 8 സീറ്റിൽ LDFുമാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ അവിടെ ടോസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ആര് വിജയിക്കും എന്നത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ എടുക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ 88 ഗ്രാമപഞ്ചായത്തുകളാണ് ജില്ലയിൽ നിലവിലുള്ളത്. അതിൽ 48 വിജയിച്ചത് LDF ആണ്. ബാക്കി 5 ഇന്ന് അതിനിർണായകമാകുന്നത്. 5 സമനിലയിലാണ് നിലവിൽ LDFും UDFും. 1 LDFും BJPയും തമ്മിലാണ് നിലവിൽ സമനിലയുള്ളത്. ഇത്തരത്തിൽ നിർണായകമാകുന്ന 5 പഞ്ചായത്തുകളുണ്ട്. പാലക്കാട് ജില്ലയിലെ മറ്റ് UDFനെ സംബന്ധിച്ചിടത്തോളം UDFന് വലിയ രീതിയിലുള്ള പ്രതിസന്ധി തന്നെ പാലക്കാട് ജില്ലയിൽ പല കാരണങ്ങളാൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജില്ലാ പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും ഗ്രാമപഞ്ചായത്തിലായാലും വലിയ തിരിച്ചടി നേരിട്ടത്. 2 ഗ്രാമപഞ്ചായത്തുകൾ ഇത്തവണ പാലക്കാട് ജില്ലയിൽ ആദ്യമായി BJP പിടിച്ചിട്ടുണ്ട്. ഒന്ന് പൂതൂരും അതേപോലെ തന്നെ മലമ്പുഴ അകത്തേത്തറയിലെ പഞ്ചായത്തുമാണ് BJP പിടിച്ചിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും LDFൻ്റെ ആധിപത്യം നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മനു.